ചണ്ഡീഗഡിൽ ഖാലിസ്ഥാനികളുടെ ഭീകരാക്രമണ ശ്രമം തകർത്ത സുരക്ഷാ ഏജൻസികൾ. 3 പഞ്ചാബ് സ്വദേശികൾ പിടിയിലായി. ലവ്പ്രീത് സിംഗ്, പ്രദീപ്പ്രീത് സിംഗ്, ജിഷൻപ്രീത് സിംഗ് എന്നിവരാണ് പിടിയിലായത്. തോക്കും IEDയും 5 കിലോ ജെലാറ്റിൻ സ്റ്റിക്കും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. നന്ദഗോപൻ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, ഈ ചണ്ഡീഗഡിൽ വലിയ ഭീകരാക്രമണ പദ്ധതിയാണല്ലോ ഖാലിസ്ഥാൻ വാദികൾ നടത്തിയത്. ഈ പിടിച്ചവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഏത് ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുടെ ആളുകളാണിവർ? ഗൗതം, ഈ അതിർത്തിക്കപ്പുറം ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിൽ അസ്വസ്ഥത വിതയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭീകരവാദ ശക്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ഫോടന പരമ്പരകൾ നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ള രഹസ്യവിവരം നേരത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെ വലിയ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് തന്നെ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഹരിയാനയുടെയും അതേപോലെ തന്നെ പഞ്ചാബിൻ്റെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിൽ വലിയ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 സംസ്ഥാനങ്ങളിലും ഹരിയാനയിലും പഞ്ചാബിലും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ പഞ്ചാബ് സ്വദേശികളായിട്ടുള്ള ലവ്പ്രീത് സിംഗ്, അതേപോലെ തന്നെ പ്രത്പ്രീത് സിംഗ്, അതേപോലെ തന്നെ ജിഷൻപ്രീത് സിംഗ് എന്നിങ്ങനെ 3 പഞ്ചാബികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ ചടുലമായ നീക്കത്തിൻ്റെ ഒടുവിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ 5 കിലോ ജെലാറ്റിൻ സ്റ്റിക്ക്, അതേപോലെ തന്നെ ഡിറ്റനേറ്ററുകൾ, തോക്കുകൾ, മറ്റ് ആയുധങ്ങളും അതേപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ചണ്ഡീഗഡിൽ വലിയ സ്ഫോടന പരമ്പര സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇവർ ഏത് ഖാലിസ്ഥാനി സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് ഇതുവരെയായിട്ടും ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഖാലിസ്ഥാൻ ഭീകരവാദികളാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചാബിനെ പ്രത്യേക രാജ്യമാക്കുവാൻ വേണ്ടി നമുക്കറിയാം ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഏറെ നാളായി ശ്രമിക്കുന്നു. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത്. അതേസമയം ഭാരതത്തിൻ്റെ വിവിധ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ തന്നെ ചടുലമായ നീക്കത്തിനൊടുവിൽ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവർക്ക് മറ്റ് സഹായങ്ങൾ ഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ മറ്റ് സഹായങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും മറ്റും ലഭ്യമായിട്ടുള്ള സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ പോലീസും അതേപോലെ തന്നെ വിവിധ കേന്ദ്ര ഏജൻസികളും ചേർന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി നന്ദൻ, എന്താ വ്യക്തമാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ചണ്ഡീഗഡിൽ വലിയ ഭീകരാക്രമണം നടത്തി രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഖാലിസ്ഥാൻ വാദികൾ ശ്രമിച്ചത്. എന്നാൽ ഈ നീക്കം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞ് തടഞ്ഞിരിക്കുകയാണ്. 3 ഭീകരന്മാരെ പിടിച്ചിരിക്കുന്നു. S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.